നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് 22 ഫെബ്രുവരി 2026. അപ്പോൾ എല്ലാ ആശുപത്രികളും മടക്കിയിട്ടുള്ള കേസ് മാത്രം മതിയിരിക്കും. കാരണം അതിന് പല കാര്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ എല്ലാവരെയും കുറിച്ച് ശരിക്കും പഠിച്ചില്ലേ? ഈ കരൾ രോഗത്തിൻ്റെ മരുന്ന് പുറത്തും എൻ്റെ കയ്യിലാണ്. അതായത് നിങ്ങൾക്ക് ഷോക്ക് വന്ന് തളർന്നായാലും ശരി, 2 കിഡ്നി പോയതായാലും ശരി, മുട്ടുവേദന ആയാലും ശരി, മലദ്വാരത്തിൽ ക്യാൻസർ ആയാലും ശരി, ലെൻസിൽ ക്യാൻസർ ആയാലും ശരി, ഇത് കംപ്ലീറ്റ് കരൾ രോഗമാണ്. അല്ലാണ്ട് നിങ്ങളത് അവിടെ ഇവിടെ പോയി തപ്പിനൊന്നും യാതൊരു കാര്യമില്ല. മരുന്നിൻ്റെ അടുത്താണ് 4 തവണ അരച്ച മരുന്ന്, 2 ഗ്ലാസ് മരുന്ന്, ഇതുപോലെ 2 ഗ്ലാസ് അരച്ച മരുന്ന് 4 തവണ വെച്ചാൽ നിങ്ങൾ സാധാ ലെവലിലേക്ക് പോകും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സാധാ ലെവലിലേക്ക് പോകും. ഇതിന് കായൊക്കെ വരും. ഇത് ഞാൻ ആകാശത്ത് മഴ പെയ്യണമാതിരി വരണമെന്നല്ല. ഇത് ഒരുപാട് ആളുകൾക്ക് പച്ചക്കറി കൃഷി ഉണ്ടാക്കുന്നോടന്ന് പല സ്ഥലങ്ങളിലും പോയി നോക്കിയാലും 10,000-കണക്കിന് കൃഷിക്കാരുടെ നിന്ന് ഒരാളുടെ എടുത്താൽ മറ്റൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? നിങ്ങൾ പലതും പറയും, അത് നിങ്ങൾക്ക് സുഖമില്ലായിട്ട. അതായത് നമുക്ക് ആവശ്യം നടക്കണം. അത് മറ്റുള്ള തരമൊന്നാവില്ല. പെട്രോൾ പമ്പ് പോയാലേ നിങ്ങൾ പാവപ്പെട്ടവനാന്ന് പറഞ്ഞിട്ട് 110 ഉറുപ്പ്യക്ക് പെട്രോൾ മേടിച്ചാൽ 800 മില്ലിയാ കിട്ടാം. എന്നാൽ ഒരു 2 മില്ലി കൂട്ടിത്തരാൻ പാവപ്പെട്ടവനാന്ന് പറഞ്ഞാൽ ഈ പൈസ മേടിക്കാതെ തരാത്തൊന്നും അവർ ചെയ്യില്ല. അതേപോലെ നമ്മൾ എവിടെയാണ് പോകുന്നത് അതൊക്കെ പൈസ കൊടുക്കേണ്ടി വരും. നമ്മൾ ഒരുപാട് ആളുകൾ ഗവൺമെൻറ് തരത്തിൽ കുറച്ച് റേഷനറി ഉണ്ടാക്കി അത് ഒരു 80% ആളുകൾക്ക് ഫ്രീ കിട്ടേണ്ട സംവിധാനം നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അതിന് നമ്മൾ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുക. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നന്ദി. കാരണം അതായിട്ട് കൈകാര്യം ചെയ്യുന്ന കേരള സർക്കാരിന് നന്ദി. കാരണം ഇത് രണ്ടും അല്ലാണ്ട് നമുക്ക് വഴിയില്ല. അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്താനും നിങ്ങളാരും വരരുത്. ഇത് കരൾ രോഗമാണ്, ക്യാൻസറല്ല, മലദ്വാരത്തിൽ ക്യാൻസറല്ല, തൈറോയ്ഡല്ല, മനസ്സിലാക്കണം. ഇത് മജ്ജപഴുക്കലല്ല, പിള്ളേരെ ഇതല്ല. പിന്നെ ഇത് മജ്ജ മാറ്റി വെച്ചുകൊണ്ട് കാര്യമില്ല. ഒരു തരം കീറളം മുറിക്കലും കൊണ്ട് കാര്യമില്ല. പിള്ളേരെ ഇത് കരൾ രോഗമാണ്. ഇതിൻ്റെ മരുന്ന് എൻ്റെ കയ്യിലാണ്. നിങ്ങൾ വളപത്രം ഒന്നും അതിന് ചിലവാകില്ല. ഒരു വളപത്രം പറ്റില്ല. അതേ സ്ഥാനത്ത് ഞരമ്പിന് ക്ഷതം കുടിക്കാൻ അതിന് കാലതാമസം വരും. അതാണ് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് പലവർക്കും കാണുന്നത്. ചിലവരെ നമുക്ക് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുന്നുണ്ട്, ചിലവരെ പറ്റാത്തതിന് കാരണം ഞരമ്പിന് കാര്യമായിട്ട് തകരാറ് വന്നിട്ടുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്താലും നടക്കില്ല. പിള്ളേരെ ഇപ്പോൾ ഷോക്ക് വന്നപോലെ ഒരുപാട് ആളുകൾ ഓപ്പറേഷൻ ചെയ്തിട്ട് എന്തായി? ഒന്നും നടന്നില്ല. ഓപ്പറേഷൻ കൊണ്ട് ഒരു പരിഹാരമില്ല. തൂങ്ങിച്ചാവുന്നതിനെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നതിനെ കൊണ്ട് ഒരു പരിഹാരം നിങ്ങൾ കണക്കാക്കണം. അതല്ല, നമുക്ക് ജോലി ചെയ്യണം, ആരോഗ്യത്തോടു കൂടെ ജോലി ചെയ്യണം. അതിന് നമ്മളൊക്കെ സഹകരിച്ചുള്ളൊരു യാത്ര തന്നെ നടക്കും. നമ്മളുടെ ഗോത്രമൊന്നും പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ ലോക രാജ്യത്തിന് ആരായാലും കാര്യമില്ല. ഏത് നത്തനിയാവ് ആയാലും ശരി, എൻ്റെ മേശപ്പുറത്ത് വന്ന് കാവലെടുക്കേണ്ടിയാണ്. ഏത് തങ്ങളാണെങ്കിലും ശരി, ഏത് പണ്ഡിതനാണെങ്കിലും ശരി, ഇവിടെ വന്ന് എൻ്റെ മുന്നിൽ കാവൽ കിടക്കേണ്ടി വരും. അല്ലാതെ നടക്കില്ല. എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിന് പരിധിയുണ്ട്. ഞാൻ ആളെ പറ്റിക്കാതിരിക്കലില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ വല്ലവരും നിങ്ങളാരെങ്കിലും പറഞ്ഞു മുമ്പിച്ചിട്ട് ചെയ്ത് നിങ്ങൾ അവരെ എത്തിയല്ലേ. പിന്നെ എൻ്റെ പഴയ ആൾക്കാരുടെ വീഡിയോ ലൈവൊന്നും ഞാൻ കൊടുക്കില്ല. അത് CBIയുടെ എൻക്വയറി ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കാനുള്ള ഫയലായിരിക്കുന്നത്. എൻ്റെ മുമ്പിലുള്ള ഈ ഫയല്, അതുപോലെ ഈ ഫയൽ ഇതൊക്കെ CBIയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാനുള്ളതാണ്. ആ അഡ്രസ്സുകാരുടെ അടുത്ത് അവർ കയറി ചെല്ലും. അവരിത് ശരിയാണോ നോക്കും, അത് ടിക്ക് ചെയ്യും. അതിൽ കൂടുതലൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. കാരണം നിങ്ങൾ മറ്റുള്ളവരെ പറ്റിക്കണ പോലെ ഞാൻ പറ്റിക്കില്ല. പിന്നെ അത് മാത്രമല്ല, പിന്നെ എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, മോഹൻ വൈദ്യർ, ചേർത്തല മോഹൻ വൈദ്യർ. മനസ്സിലായില്ലേ? അയാളെ കൊന്നിട്ട് ഇവിടെ ഒരു നടപടിയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒരു നടപടി, നിങ്ങൾ ഏത് പോലീസ് ഓഫീസറാണെങ്കിലും ഞാൻ ഗോവിന്ദ വരക്കും. ഇതാ ഒരൊറ്റ വര എവിടെ വരയ്ക്കാം, ഞാൻ എന്നെ മറ്റത് എന്നിട്ട് ഞാൻ നല്ലതാത്തിരിക്കും. കാരണം നിങ്ങളെ ആക്രമിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നുണ പറഞ്ഞ ചരിത്രം എനിക്കില്ല. ഇവിടെ എല്ലാവർക്കും ജോലി വേണം എന്നുള്ളൊരു ഉദ്ദേശക്കാരനാണ് ഞാൻ. ഒരാളും രോഗമുള്ള ആളുണ്ടാവരുത്. കുറേ നേരം വെളുത്താൽ ഒരു 500 കിലോ ഫയൽ കൈ പിടിച്ച് കിഡ്നി കേടാണ്, വൃക്ക കേടാണ്,
ഷുഗറാണ് ഇത് പിന്നെ പ്രഷറാണെന്ന് പറഞ്ഞിട്ട് നടക്കലല്ല പണി. ഒരു തീരുമാനം ഒറ്റൊന്ന്, അതിന് തീരുമാനം, അത് കഴിഞ്ഞാൽ പണിക്ക് പോയിരിക്കണം. ഈ കള്ള് കുടിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്കും കെട്ടികൾക്കും ഉമ്മാക്കും കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കേണ്ട പൈസ കള്ള് ഷാപ്പിലും ലോട്ടറിക്കാരും കൊടുത്തിട്ട് 4 കാലിൻ്റെ മുകളിൽ കയറി ചെന്നത് മുഴുവൻ വിവരമില്ലായ്മ. ആർക്ക്? നിനക്ക് വിവരമില്ല, നിൻ്റെ വാപ്പാക്ക് വിവരമില്ല, അതിൻ്റെ തലമുറക്കും വിവരമില്ല. മനസ്സിലായോ? വിവരമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പട്ടിണിയാക്കില്ല. എന്തെങ്കിലും ജോലി ചെയ്തിട്ട് കിട്ടിയതിൻ്റെ ഒരു പങ്ക് അവർക്ക് കൊണ്ടേ കൊടുക്കും. അത് ആണുങ്ങളായാൽ ചെയ്യും. മനസ്സിലായില്ലേ? ആണുങ്ങളായാൽ പോരാ, വേലയ്ക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പാട്ട് പാടി കേട്ടില്ലേ? അത് വെറുതെ പാടിയൊന്നുമല്ല. പിന്നെ ചേമ്പിൻ്റെ മധുരം വേപ്പിനില്ലല്ലോ ഓർക്കണം നന്നായി, ഒരു ആലപ്പുഴക്കാരത്തി പാടിയ പാട്ടാണ്. ആലോചിച്ചിട്ടാണ് കാര്യത്തിലേക്ക് വരിക. അപ്പോൾ കരൾ രോഗമാണ് നിങ്ങളുടെ രോഗം, അല്ലാണ്ട് സ്ട്രോക്ക് വന്ന് തളർന്നതല്ല, മലദ്വാരത്തിലെ ക്യാൻസറല്ല, മൂലക്കുരല്ല, പിന്നെ തൈറോയ്ഡല്ല, സ്ട്രോക്ക് വന്ന് തളർന്നതല്ല, അറ്റാക്കല്ല, ക്യാൻസറല്ല. ഇതിന് ഒരേ ഒരു പേരാണ്, ഒറ്റ പേര്, കരൾ രോഗം. ചിലവർക്ക് നേരെ വിപരീതം ബാധിക്കണേ. നിങ്ങൾ കഴിക്കുന്ന ഗുളിക കംപ്ലീറ്റ് തയ്യാറാണ്. ഇംഗ്ലീഷ് മരുന്നിൻ്റെ സാധനം മുഴുവൻ ഫാൾട്ടാണ് എന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 30% നീരിക്കെട്ടിൻ്റെ മരുന്ന് നിങ്ങൾ വേറെ രോഗം ഉണ്ടാക്കാൻ കഴിക്കുന്നത് വെട്ടിത്തമല്ലേ? മഹാപിടിത്തം. അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും വേദനയായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പട്ടാമ്പിക്കൊപ്പത്ത് എല്ലാ സ്വന്തം കടയിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വരാൻ. ഇത് കരൾ രോഗമാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ആവശ്യമില്ലാണ്ട് തർക്കിക്കരുത്. എൻ്റെ സമയം വെറുതെ കളയരുത്. എനിക്ക് ഒരുപാട് ജോലി ചെയ്യാനുള്ളതാണ്. മിക്കക്കാർക്കും വേണ്ട. ഞാനൊരു 50 രൂപ കിട്ടാനാണ് പഠിക്കുന്നത്. 50 രൂപ ഉള്ളതിന് 50 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? അതേ എനിക്ക് വേണ്ടു. പക്ഷേ ഒരുപാട് ചിലവുകളുള്ളത് നിൽക്കില്ല. ആ ചിലവൊന്ന് നിങ്ങളെ ഈ 50 രൂപ വന്നിട്ട് ഞാൻ ആ ചിലവൊന്നും ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പം നിങ്ങളുടെ അടുത്ത് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 50 രൂപ എനിക്ക് കിട്ടും. അതാണ് ഞാൻ നിങ്ങളോട് 500 രൂപ ചോദിക്കുന്നത്. 500 ചോദിച്ചാൽ ചിലവിൽ 1000 തരും, ചിലവിൽ 100 രൂപ തരും. അതൊക്കെ ചിലവെല്ലാം മനസ്സ് ഭയങ്കരമായിരിക്കും. ഇന്ന് ഞാൻ ഒരു ബഷീർ സാഹിബിന് മരുന്നെടുക്കാൻ പോയി. വല്ലാത്തൊരു അത്ഭുതമാണ്, വല്ലാത്ത കുതിർത്ത. അയാൾ എറണാകുളത്ത് തന്നെ നല്ല സുഭിക്ഷമായ മരുന്ന് അദ്ദേഹത്തിന് കിട്ടിയത്. നോക്കണം, കർമ്മം കറാമത്തും ചെയ്തു വരുന്നത് നമ്മുടെ നെയ്യത്തും മനസ്സിലാജ്യത്തും പോലെയാണ്. മനസ്സിലാജ്യത്ത് നെയ്യത്തുള്ളതിൻ്റെ കാര്യങ്ങളും പോയാൽ പാനം ഉണ്ടാക്കാൻ പൊടിനാരൊന്നും വേണ്ട, തേക്കും വഴിയൊന്നും വേണ്ട. മനസ്സുകൊണ്ട് മാല കെട്ടുന്നവർക്ക് ഈ മാലകളുടെ മുകളിൽ തൂക്കിപ്പോകാൻ സാധിക്കും. അത് അള്ളാൻ്റെ കുതിരത്താണ്. അപ്പോൾ ഓർക്കുക, ദുരുദ്ദേശം ആരും ചെയ്യരുത്. അസ്സലാമു അലൈക്കും.